ചുറ്റുവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ജോലി ചെയ്യുന്നതിൻ്റെ വലിയ വെട്ടത്തെക്കുറിച്ച് നമുക്കിന്ന് ഹൃദയപൂർവ്വം ചിന്തിക്കാം, ധ്യാനിക്കാം. വളരെ സുന്ദരമായിട്ടുള്ള ഈസോപ്പ് കഥയുണ്ട്. വല്ലാത്തൊരു വൈകുന്നേരം. അങ്ങേറ്റം ദുർഘടമായ ഒരു യാത്ര നടത്തുകയാണ് ഒരു കാളവണ്ടിക്കാരൻ. ചെങ്കുത്തായ പാതയിൽ ചെളി നിറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് പാതയിൽ ചെളിയിൽ കാളവണ്ടി ചക്രം താഴ്ന്നുപോയി. ഉടൻ തന്നെ ഈ കാളവണ്ടിക്കാരൻ മുട്ടുകുത്തി നിന്ന് രണ്ട് കൈകളും വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, മാലാഖമാരയക്കണേ, മാലാഖമാരയച്ച് ഈ കാളവണ്ടി ചക്രം ഉയർത്തിയെടുക്കണമേ. കാളകൾ പെടാപ്പാട് പെട്ട് ചക്രം ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ രണ്ട് കൈകളും നീട്ടി ദൈവമേ, മാലാഖമാരയക്കുക എന്ന് പറയുക. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, വിഡ്ഢി, ഈ ആപത്ഘട്ടത്തിൽ ചക്രം ചേറിൽ അമർന്നു പോയ സമയത്ത് ആ പാവപ്പെട്ട കാളകൾ പെടാപ്പാട് പെട്ട് അത് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നീ ഈ സ്വർഗത്തിലേക്ക് നീട്ടിയ കൈ ആ കാളകളുടെ നേരെ നീട്ടി ചക്രം പിടിച്ച് അവരെ സഹായിക്കല്ലേ വേണ്ടത്. മാലാഖമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നീയല്ലേ മാലാഖയായിട്ട് മാറേണ്ടത്. നീ ചെയ്യേണ്ട ജോലി നീ ചെയ്യാതെ ഏത് മാലാഖ വന്നാണ് നിന്റെ ജോലി ചെയ്യുക? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട ജോലി പ്രാർത്ഥനയാക്കി മാറ്റണം. ആ ഒരു ചിന്തയിലൊരു വെട്ടമുണ്ട്. എൻ്റെ ജോലിയോട് ഞാൻ എത്രത്തോളം വിശ്വസ്തത പാലിക്കുന്നുണ്ട്. ഈ സർക്കാർ ജോലിക്കാരെ കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്. ചിലപ്പോൾ തമാശ മാത്രമായിരിക്കാം. സർക്കാർ പണി കിട്ടാനേ പണിയുള്ളൂ, പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. അത് ശരിയല്ലെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയായാലും ചില ആളുകൾക്ക് പണി കിട്ടുന്നവരെ പണിയെടുക്കുകയുള്ളൂ. പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കില്ല. പിന്നെ എങ്ങനെ ഈ പണിയിൽ നിന്ന് മാറിക്കളയാം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്കുണ്ടാകുന്നത്. നിങ്ങളുടെ ജോലിയെ അങ്ങേറ്റം സന്തോഷമുള്ള ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് ജോലി നിങ്ങൾക്ക് രക്ഷയുടെ വാതിൽ പോലെയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് അവരുടെ ജോലിയെക്കുറിച്ച് ഭയങ്കര പരാതിയാണ്. പെട്ടെന്ന് അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സമയത്ത് അവർ മനസ്സിലാക്കും, ദൈവമേ, ഭാരമെന്ന് കരുതിയത് ഭാരം താങ്ങിയായിരുന്നു. അങ്ങനത്തെ ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടില്ലേ? ആലോചിച്ച് നോക്കുക. എപ്പോഴും പരാതിയാണ് ഈ ജോലിയെക്കുറിച്ച്, ആ ജോലിയെക്കുറിച്ച്. ഒരിക്കലും പരാതി മാറാത്ത മനുഷ്യരുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ആളാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്തോ അത് അങ്ങേറ്റ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കില്ലേ? വീണ്ടും മറ്റൊരു ഈസോപ്പ് കഥയുണ്ട്. അത് രസകരമാണ്. ഉറുമ്പ് അങ്ങേറ്റം സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്ത് വേനൽക്കാലത്ത് എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ശൈത്യകാലത്തേക്ക് കൃത്യമായി ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ശൈത്യകാലത്ത് കൊടും തണുപ്പ്, കൊടും പട്ടിണി പലർക്കും. ഒരു വെട്ടുകൾക്കിളി ഈ ഉറുമ്പിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നുമില്ല, കൊടും പട്ടിണിയാണ്, എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, നീ വേനൽക്കാലത്ത് എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ വയലിനും മീട്ടി നടക്കുകയായിരുന്നു. അപ്പോൾ ഉറുമ്പ് മറുപടിയായിട്ട് പറഞ്ഞു, ഓ, വേനൽക്കാലത്ത് നീ വയലിൻ മീട്ടി നടന്നെങ്കിൽ ശൈത്യകാലത്ത് തണുപ്പ് മാറ്റാൻ നീ ഡാൻസ് കളിച്ച് കിടന്നാൽ മതി. ഇത് വളരെ നല്ലൊരു ഗുണപാഠം നൽകുന്ന ഒരു കഥയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ മനുഷ്യരോട് പറയുന്നുണ്ട്, മടിയ ഉറുമ്പിൻ്റെ പ്രവൃത്തി കൊണ്ട് വിവേകിയാവുക. അതായത് ഉറുമ്പ് കൃത്യമായി പണിയെടുത്ത് കൃത്യമായി സ്വരുക്കൂട്ടി കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. വീണ്ടും പ്രഭാഷകൻ ചോദിക്കുന്നുണ്ട്, നീ എന്നാണ് നിൻ്റെ ഉറക്കം വിട്ടുകൊണ്ടിരിക്കുക? ഈ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഇടയിൽ ഒരു നുറുങ്ങ് കഥ കൂടിയുണ്ട്. ഒരു യുവാവ് ദൈവിക അനുഭൂതിയിൽ നിറയാൻ വേണ്ടി അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ കരുതിയത് ഫുൾ ടൈം അവിടെ പ്രാർത്ഥന മാത്രമാണെന്നാണ്. എല്ലാവരും കഠിന അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ,
വയലിലെ കിളികളെ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കളപ്പുരകളെ ശേഖരിക്കുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ. സന്യാസിമാർ ഒന്നും മിണ്ടാതെ ജോലി തുടർന്നു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സമയമായി. അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നവരുടെ ഇടയിൽ കൃത്യമായിട്ട് വന്നിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ താപസശ്രേഷ്ഠൻ പറഞ്ഞു, ഓ ആകാശത്തിലെ പറവ, കളപ്പുരയിൽ ശേഖരിച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ആകാശത്തിലേക്ക് നോക്കുക, അവിടെ നിന്ന് ഭക്ഷണം ആരെങ്കിലും എറിഞ്ഞിട്ട് തരും. ഇത് നല്ലൊരു കാര്യമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജോലി എടുക്കാത്തവൻ ഭക്ഷിക്കാൻ വരരുത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ വിരുദ്ധ സാക്ഷി നൽകുന്നവരാണ്. ഇനി ഞാൻ ഇത് പറയുമ്പോൾ ഒരു പണിയും ചെയ്യാതെ കാര്യസ്ഥന്മാരായി നടക്കുന്ന ആളുകൾ എല്ലായിടത്തും കാണും. അവർ പറയുന്നത് പണിയൊന്നും എടുക്കണ്ട, പണി കൊടുത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവരിൽ പെടുന്ന ആളാണോ നിങ്ങളെന്ന് ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരാൾ ചെയ്യില്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സിഗ്നേച്ചർ ചാർത്തുകയാണ്. ദ വർക്ക് യു ആർ ഡൂയിങ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി, സൈൻ ഇറ്റ് വിത്ത് എക്സലൻസ്. ആരും എഴുതി വച്ചിരിക്കുന്നത് സത്യമാണ്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ കയ്യൊപ്പ് പോലെയാക്കി മാറ്റുക. അയാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സുന്ദരമായിരിക്കും എന്ന് പറയുന്ന വിധത്തിലായിരിക്കണം നമ്മളുടെ ഓരോ ജോലിയും. രണ്ടാമതായിട്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന മട്ടിൽ തന്നെ ജോലി ചെയ്യുക. കബീർ എന്ന ഭക്തകവി ഉണ്ടായിരുന്നു. അയാൾ ചെരുപ്പ് കുത്തിയായിരുന്നു. ആ മനുഷ്യൻ വളരെ സാവകാശം ചെരുപ്പ് കുത്തി അതിസുന്ദരങ്ങളായ ചെരുപ്പുകളുണ്ടാക്കും. ഒരുപാട് സമയമെടുക്കും. ശ്രദ്ധയോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി സമയമെടുത്ത് ചെരുപ്പ് കുത്തും. അപ്പോൾ കച്ചവട മനസ്ഥിതിയുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളെന്ത് മണ്ടത്തരേക്ക് കാണിക്കുന്നത്? നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങളുടെ ചെരുപ്പിന് നല്ല ഡിമാൻഡുണ്ട്. ഡിമാൻഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്കില്ല് ഉപയോഗിച്ച് ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ ഏറ്റവും സമ്പന്നനായി മാറാൻ പറ്റും. അപ്പം അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യും. ഇത്രയ്ക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കബീർ ചോദിക്കുന്നു, നിങ്ങൾ രാജാവിന് വേണ്ടി ചെരുപ്പുണ്ടാക്കുകയാണെന്ന് കരുതുക, നിങ്ങളെങ്ങനെയൊക്കെ ചെരുപ്പുണ്ടാക്കുക? അയാൾ പറഞ്ഞു, എല്ലാ ശ്രദ്ധയും എടുത്ത് അങ്ങേറ്റം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചെയ്യും. കുറച്ചുകൂടി സമയമെടുക്കുമോ? തീർച്ചയായിട്ടും. രാജാവ് സ്പെഷ്യലല്ലേ, VIP, അവ സമയമെടുക്കും, സമയമെടുത്തേ ചെയ്യുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചെരുപ്പ് തുന്നുന്നത് രാജാവിന് വേണ്ടിയല്ല, രാജാക്കന്മാരുടെ രാജാവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്. ഓരോ വ്യക്തിയും എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് ദൈവം മുന്നിൽ വരുന്നതായിട്ടാണ്. ദൈവത്തിന് വേണ്ടി ചെരുപ്പ് കുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സമയമെടുത്ത് ചെയ്യും. ലിയോ ടോൾസ്റ്റോയുടെ മാർട്ടിൻ എന്ന കഥാപാത്രമുണ്ട്. അയാൾ ചെരുപ്പ് കുത്തിയാണ്. അയാൾ ചെരുപ്പ് കുത്തുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തുന്നതിലൂടെ സുവിശേഷവൽക്കരണം നടത്തുന്ന അയാൾ ക്രിസ്തുവിനെ പല രൂപത്തിൽ പല ഭാവത്തിൽ കാണുന്നതായിട്ടാണ് ആ ചെറുകഥയിൽ അവതരിപ്പിക്കപ്പെടുക. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന മട്ടിൽ ആനന്ദത്തോടു കൂടി ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഒരു സ്ത്രീ, മദർ തെരേസ, കുഷ്ഠരോഗികളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം കാണുകയാണ്. അവരുടെ മുറിവിലൊക്കെ ഇവർ വളരെ സ്നേഹത്തോടുകൂടി മരുന്നൊക്കെ അപ്ലൈ ചെയ്യുന്നു. ആ ദുർഗന്ധമാർന്ന ആ അന്തരീക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത മട്ടിൽ ചിരിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നു. ഈ സ്ത്രീക്ക് അത്ഭുതമായി. അവർ മദർ തെരേസയോട് പിന്നീട് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ എനിക്ക് ആരെങ്കിലും ഓഫർ ചെയ്താലും ഞാനിത് ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടിക്കണക്കിന് രൂപ തന്നാലും ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്.
ക്രിസ്തുവിന് വേണ്ടി ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു മടുപ്പില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന എന്തും ദൈവസ്നേഹത്തെപ്പറ്റി ചെയ്യുന്ന ആ ഒരു മനോഭാവം കൊണ്ടുപോകുക. നിങ്ങളുടെ വർക്ക് നിങ്ങളെ ബേൺ ഔട്ട് ചെയ്യില്ല, നിങ്ങളുടെ വർക്ക് നിങ്ങളെ കൺസ്ട്രക്റ്റ് ചെയ്യും. ചില ആളുകൾ മനസ്സ് മുട്ടി പ്രാഗി ദേഷ്യപ്പെട്ട് ജോലി ചെയ്ത് അവസാനം ജോലി അവർക്ക് ഒരു വല്ലാത്ത കുടുക്കായി മാറുകയാണ്. കുരുക്ക് കയർ പോലെയായി മാറുന്നുണ്ട് ജോലി. ശരിക്കും പറഞ്ഞ് ഏത് ജോലി ആയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ ജോലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന ജോലിയെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങുക. അത് ഒരു പ്രോവർബാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ വർക്ക് യു ലൈക്ക്, ട്രൈ ടു ലൈക്ക് ദ വർക്ക് യു ഡു. അത് സത്യമല്ലത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് എന്തിനാണ് ശഠിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അത് വേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടായാലും നിങ്ങൾ ചെയ്യേണ്ട ജോലി നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ജോലി നിങ്ങളെ കഠിനമായി മുറിവേൽപ്പിച്ച് നിങ്ങളെ തളർത്തി കളയും. അതിനിടവരുത്തുന്നത് എന്തിനാണ്? കർത്താവിനെ പ്രതി എന്ന മട്ടിൽ ജോലി ചെയ്യുക. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഫാദർ ഡാമിയനെ കുറിച്ചുള്ള 1937 പുസ്തകം വായിക്കുകയായിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പ്രീസ്റ്റ് എന്ന നിലയിൽ എത്ര ചെറിയ ജോലിക്കാരനാണ് എന്ന് ധ്യാനപൂർവ്വം ചിന്തിക്കുകയായിരുന്നു. കാരണം ഈ മനുഷ്യൻ യുവസഹജമായ എല്ലാ സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ള മനുഷ്യൻ മൊളോക്കോയ് ദ്വീപിലേക്ക് വോളണ്ടിയറായിട്ട് ചെല്ലുകയാണ്. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിയാത്തൊരു കാര്യം ഉണ്ട്. ഈ മനുഷ്യൻ അവിടെ ചെല്ലുന്നു. 16 വർഷമാണ് അവിടെ ജീവിച്ചത്. ഈ 16 വർഷത്തിനിടയിൽ ഇദ്ദേഹം 8000-ലധികം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. നിങ്ങൾ കണക്കെടുക്കാൻ തയ്യാറാകുക. 8000-ലധികം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. 2000-ലധികം ശവക്കുഴികൾ സ്വയം ഉണ്ടാക്കിയെടുത്തു. കാരണം അവിടെ വേറെ സഹായിക്കാൻ ആരുമില്ല. 2000 പേരുടെ മൃതദേഹം മൂടാൻ വേണ്ടി ശവക്കുഴികൾ തോണ്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? 2000 ശവപ്പെട്ടികൾ അദ്ദേഹം ഉണ്ടാക്കി സ്വയം. അദ്ദേഹത്തിന് കാർപ്പൻട്രി അറിയാം. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒരു ജോലിയില്ല, എല്ലാ ജോലികളും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ശവപ്പെട്ടികൾ ഉണ്ടാക്കി 2000, അതിൻ്റെ എണ്ണം. ഇനി അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഈ മനുഷ്യൻ 300 വീടുകൾ പണിതൊരുക്കി, 300 ചെറുകിട മറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയെടുത്തു, ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി, 3 ഹോസ്റ്റൽസ് ഉണ്ടാക്കി, 3 വൃദ്ധ മന്ദിരങ്ങളുണ്ടാക്കി, 5 പള്ളികളുണ്ടാക്കി, ഇനി ഒരു റിസർവോയർ പണിതൊരുക്കി. ഇത്രയൊക്കെ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? എന്നിട്ടും ഈ മനുഷ്യനൊരു പരാതിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെയാണ് ചിത്രീകരിക്കുക: ഒരു പരാതിയില്ലാതെ, ഒരു ക്ഷീണവുമില്ലാതെ, എപ്പോഴും ദൈവഗ്രാസിയ പാട്ടും പാടി ആളുകളൊക്കെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഈ മനുഷ്യൻ നടക്കുമായിരുന്നു. എപ്പോഴും ബ്രീവിയർ ചെല്ലുമായിരുന്നു, കൊന്ത ചെല്ലുമായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നീണ്ട പ്രാർത്ഥനയായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്ഷീണം വന്ന്, അസ്വസ്ഥത വന്ന്, ദേഷ്യം വന്ന്, പരിഭവവും പരാതിയുമായി മാറി നിൽക്കുന്ന നമുക്ക് അങ്ങനെയൊക്കെ ദേഷ്യപ്പെടാനും പരാതി പറയാനും എന്താ അവകാശമുള്ളത്? ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തും ദൈവത്തിന് വേണ്ടി ചെയ്യുക. അപ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും. ആരോ ഫാദർ ഡാമിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി അല്ലാതെ ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ 5 മിനിറ്റ് മൊളോക്കോയ് ദ്വീപിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് അസഹ്യമായിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. 5 മിനിറ്റിൽ കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാനിപ്പോൾ 16 വർഷം കൂടി ജീവിച്ചു. 16 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്തു. എല്ലാം കർത്താവിന് വേണ്ടിയായിരുന്നു, എല്ലാം കർത്താവിൻ്റെ കൂടെയായിരുന്നു, എല്ലാം കർത്താവിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ജോലിയെക്കുറിച്ച് പരാതി പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കർത്താവിന് കൊടുക്കുക. കാസ്റ്റ് യുവർ ബർഡൻ ആൻഡ് ടു ജീസസ്, ഹി കെയർസ് ഫോർ യു. അങ്ങനെ ഒന്ന് പാടി നോക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വരും. മൂന്നാമതായിട്ട്, എന്ത് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യുക. എപ്പോഴെപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. അതിപ്പോഴും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ആഹ്ലാദം നിറഞ്ഞ ഹൃദയത്തോടു കൂടി ചെയ്യാൻ പറ്റും. സെയിൻറ്റ് ജോസഫിനെ കുറിച്ചുള്ള സുന്ദരമായിട്ടുള്ള ഒരു പഴയകാല സിനിമയുണ്ട്. ഈശോ
യൗസപിതാവിനോട് ചോദിക്കുകയാണ്, യു സീം ടു ബി വെരി ഹാപ്പി ഓൾ ദ ടൈം. അപ്പോൾ സെയിൻറ്റ് ജോസഫ് മറുപടി പറയുകയാണ്, നോ, നോട്ട് ദാറ്റ് ഐ എം ഹാപ്പി ഓൾ ദ ടൈം, ഐ എം ജോയ്ഫുൾ ഓൾ ദ ടൈം. ഈ ജോയ്ഫുൾ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹീബ്രു പദം മക്കാറിയൂസ്, ഗ്രീക്ക് പദം മക്കാറിയൂസ്. മക്കാറിയൂസിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവികാനന്ദം എന്നാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ദാ വന്ന് ദേ പോയി എന്ന മറ്റുള്ള സംഗതിയാണ്. പക്ഷേ ജോയ്ഫുൾനെസ് അത് ദൈവികാനന്ദമാണ്, ദൈവം തരുന്നതാണ്. അപ്പോൾ എനിക്ക് ദൈവികാനന്ദമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ എം ജോയ്ഫുൾ ഓൾവേസ് ബിക്കോസ് ഐ എം ഡൂയിങ് ദ വർക്ക് ഫോർ ദ ലോഡ്. യഹോവയ്ക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ജോയ്ഫുള്ളാണ്. ഒരു ചോദ്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്, എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ജോയ്ഫുള്ളാണോ? അതോ നിങ്ങൾക്ക് ദേഷ്യത്തോടു കൂടിയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഈ അമ്മമാരുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാറില്ലേ? ചില അമ്മമാർ കറി വെച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണ്. അതിൻ്റെ കാരണം എന്താണ്? മക്കൾക്ക് വേണ്ടി അത്ര സ്നേഹത്തോടെ, അത്ര സന്തോഷത്തോടു കൂടി, അത്രയ്ക്ക് ആനന്ദാനുഭൂതികളോടെയാണ് അവർ കുക്ക് ചെയ്യുന്നത്. ആ ആനന്ദാനുഭൂതികളുടെ ആകെ തുകയാണ് ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത്. നിങ്ങൾ 100 കുക്കറി ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കാണാപ്പടം പഠിച്ച് കുക്ക് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഹൃദയത്തിൻ്റെ ആനന്ദവും സ്നേഹവും ഒന്നും ഉൾച്ചേർന്നിട്ടില്ല. അത് ചേരാതെ എങ്ങനെയാണ് ഭക്ഷണം രുചിയുള്ളതായി മാറുക? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യും. ഞാൻ ജെസ്യൂട്ട് സെമിനാരിൽ പഠിച്ച ആളാണ്. ഞങ്ങൾ ജെസ്യൂട്ട് അച്ഛന്മാർ ജോലിയുടെ ഉസ്താദുകളായിരുന്നു. പ്രായമെത്തിയവർ പോലെ എന്തൊരു സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ജോലി ചെയ്യുന്നത് ഒരു ഹരമായിരുന്നു. ചില അച്ഛന്മാരൊക്കെ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുമ്പോൾ പൗലോസപ്പസിൻ്റെ വാക്കുകളടങ്ങിയ ആ പാട്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. നോക്കുക, ജോലി ചെയ്യുന്നതിനിടയിൽ നല്ല സ്വരത്തിൽ ഒരാൾ പാടുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ റിജോയ്സ്മെൻറ്റോടുകൂടി ജോലി ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന ഒരു അന്തരീക്ഷം, അത് ഏറ്റവും സുന്ദരമായ അന്തരീക്ഷമല്ലേ? നവീൻ ചൗള മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ജോലി ചെയ്ത് നിങ്ങൾ തളർന്നു പോകില്ലേ? കാരണം പറ്റാത്ത ചെരുപ്പിലേക്ക് കാലൊക്കെ കയറ്റിവെച്ച് ഈ കാലുകളൊക്കെ വിലക്ഷണമായി മാറിയിരുന്നു മദർ തെരേസയുടെ. പിന്നെ മുഖത്തൊക്കെ ചുളി വീണ് ഈ വയലിൽ ഇങ്ങനെ വല്ലാതെ വിണ്ടൽ വീണ പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ നവീൻ ചൗള ചോദിക്കണം, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്തിരി വിശ്രമിച്ചൂടെ? മദർ തെരേസയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അങ്ങേ ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ മടിയിൽ കിടന്ന് വിശ്രമിക്കാമല്ലോ. ഇങ്ങേ ലോകത്ത് ഇത്ര വിശ്രമമൊക്കെ മതി. നമ്മുടെ അമ്മമാരും അപ്പന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു. ഓർത്ത് നോക്കുക, അവർ വേല ചെയ്യുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. നമ്മൾ മിനിറ്റിന് പരാതി പറയുന്നവരാണ്, ശരിയല്ലേ? എന്നാൽ നമ്മളെക്കാൾ 10 മടങ്ങ് ജോലി പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്നു, സത്യമല്ലേ? ആലോചിച്ച് വെക്കുക, അവരെപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടമ്മ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ അവർ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായിട്ട് പൈസ തരണമെന്ന് പറയുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു സ്ത്രീ ഭർത്താവിനെതിരെ ഒരു നോട്ടീസ് കൊടുത്തു, കേസ് ഫയൽ ചെയ്തു. ഇത്രയും കാലം ഭാര്യ, അമ്മ എന്ന നിലയിൽ ചെയ്ത തൊഴിലിന് പൈസ കൊടുക്കണം. മനസ്സ് മുട്ടി മടുത്തിട്ട് അവരെ ചെയ്താണ്. അയാളുടെ ക്രൂരത കണ്ട് സഹിക്കുക വയ്യാതെ അവർ ഫയൽ ചെയ്ത കേസാണത്. അവർ പറഞ്ഞു, കുക്കിങ്ങിന് ഇത്ര തുക, അലക്കിന് ഇത്ര തുക, തൂപ്പിന് ഇത്ര തുക, മക്കളെ നോക്കിയതിന് ഇത്ര തുക, പഠിപ്പിച്ചതിന് ഇത്ര തുക, ഗാർഡനിങ്ങിന് ഇത്ര തുക. അവസാനം ഒരു കൂറ്റൻ തുകയാണ്. ആ തുക കണ്ട് ഇയാൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ കോടതി വിധിച്ചു അത്രയും തുകയല്ല, അതിനേക്കാൾ വലിയ ഒരു തുക കൊടുക്കണം. കാരണം ആ സ്ത്രീയുടെ ജോലിക്ക് നമുക്ക് അളവിടാൻ പറ്റില്ല, തുകയിടാൻ പറ്റില്ല. ഇപ്പം ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ, സന്തോഷത്തോട് നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. അടുത്തതായിട്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിൽ നിങ്ങളുടെ ആത്മാർത്ഥത ഉൾച്ചേർക്കുക. സെയിൻറ്റ് പോൾ എന്തൊരു നല്ല ജോലിക്കാരനായിരുന്നു, കൂടാര നിർമ്മാതാവായിരുന്നു അദ്ദേഹം എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ മനുഷ്യൻ 10,000 മൈലുകൾ സഞ്ചരിച്ചയാളാണ്, യൂറോപ്പിലും ഏഷ്യ മൈനറിലും.
ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഓർത്തേക്കുക, അതേ പലയിടത്ത് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരാൾക്ക് ബേർഡൻ അല്ലായിരുന്നു, ഞാൻ ഭക്ഷിച്ചത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇദ്ദേഹം കൂടെ അദ്ദേഹത്തിൻ്റെ പണി ആയുധങ്ങൾ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് മാർക്കറ്റിനടുത്തേക്ക് പോയി കൂടാര നിർമ്മിതിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നൽകി അതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിതം കഴിച്ചിരുന്നത്. ആരെയും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. തെസ്സലോണിക്കായിൽ അദ്ദേഹം ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ജോലിയെടുത്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എഫേസസിൽ അക്വില, പ്രിഷില്ല എന്നിവരോടൊപ്പം ചേർന്ന് പണിയെടുത്തു. കൊറിന്തിൽ 7 വർഷക്കാലമാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ ഇതിനിടയിൽ എത്രയെത്ര ലെറ്ററുകൾ എഴുതി, എത്രയെത്ര പ്രസംഗങ്ങൾ നടത്തി, എത്രയെത്ര യാത്രകൾ നടത്തി. എല്ലാത്തിലും ആത്മാർത്ഥത കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്വർഗസ്ഥനായ പിതാവിന് വേണ്ടി ചെയ്യുക. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല ഓട്ടക്കാരനെ പോലെ പിന്നിലുള്ളവയെ മറന്നുകൊണ്ട് മുന്നിലുള്ളവയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്നതിനിടയിൽ എൻ്റെ പൂർണ്ണതയായ കർത്താവിനെ മാത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. കൈയടിക്ക് ഞാൻ കാതോർക്കില്ല, കണ്ണോർക്കില്ല. ഇതല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിതം സുന്ദരമായി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്ത് ചെയ്യുമ്പോഴും ആളുകൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അത് തന്നെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമായിട്ട് മാറില്ലേ. അവസാനമായിട്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് വേണ്ടി മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് ഒറ്റയാളാകാനല്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാവർക്കും എല്ലാമായി മാറാനാണ്. പൗലോസ് അപ്പോസ്തലൻ അതാണല്ലോ പറയുന്നത്, എല്ലാവർക്കും എല്ലാമായി മാറുക. ഈശോ നാട് നീളെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് എല്ലാവർക്കും എല്ലാമായി മാറി. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കും വേണ്ടേ. നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് നിങ്ങളുടെ കുട്ടിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും മാത്രമാണ് മെച്ചം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ലിമിറ്റഡാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകണം. ഒരു അലക്ക് തൊഴിലാളിക്ക് 2 ഡോക്ടറേറ്റുകൾ കിട്ടിയ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 ഡോക്ടറേറ്റുകൾ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും മിസിസിപ്പി യൂണിവേഴ്സിറ്റിയും ഡോക്ടറേറ്റുകൾ സമ്മാനിച്ച ഒരു അലക്ക് വനിത, ലൗണ്ടറി വുമൻ. അവരുടെ പേര് മക്കാർത്തി ഒസിയോള. ഇവരെന്താ ചെയ്തത്? ഇവർ ഈ അലക്ക് തൊഴിലിലൂടെ കിട്ടുന്ന പൈസ സമാഹരിച്ച് അതിൽ നിന്ന് $2.5 ലക്ഷം കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി സ്കോളർഷിപ്പാക്കി. കുറേ പണം പള്ളിക്കും കൊടുത്തു. ആളുകൾ അമ്പരന്ന് പോയി. കാരണം ഈ സ്ത്രീ സ്വന്തമായി വാഹനമില്ലാത്ത ആളായിരുന്നു. എല്ലാവരും നടന്നു പോകുന്ന ആളാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അവരുടെ മരിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഷ്ടിച്ച് ജീവിച്ച് 6ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട്. അവർക്കിപ്പോൾ ഒരു ചിന്ത, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്നാൽ മറ്റുള്ളവരെങ്ങനെ പഠിക്കണം. അതിനുവേണ്ടി അവർ വഴിയൊരുക്കുകയാണ്. $2.5 ലക്ഷം ഒരു സ്കോളർഷിപ്പ്. അത് കേട്ടറിഞ്ഞ് 600 പേര് പണം കോൺട്രിബ്യൂട്ട് ചെയ്തു. അതൊരു വലിയ ഭീമൻ ഫണ്ടായി മാറി. പിന്നീട് അവർക്ക് സദേൺ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഡോക്ടറേറ്റുകൾ നൽകി, ഓണററി ഡോക്ടറേറ്റുകൾ. ഈ 2 യൂണിവേഴ്സിറ്റികളിലും അവരുടെ ചെറിയ സ്കൾപ്ചറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയ സ്നേഹത്തിൻ്റെ പ്രതീകം പോലെ. എൻ്റെ പ്രിയപ്പെട്ടവർ, വേല ചെയ്യുക, കൂലിയിൽ നിന്നും അല്പം ആർക്കെങ്കിലും കൊടുക്കുക. നിങ്ങൾ നൽകുന്നത് ഒരാൾക്ക് ഒരു പക്ഷേ പുതിയൊരു ദിശ നൽകിയേക്കാം. നല്ല യാത്ര നേരുന്നു.